രാജ്യത്തെ എല്ലാ സ്മാർട്ട് ഫോണുകളിലും സൈബർ സുരക്ഷാ ആപ്പായ സഞ്ചാർ സാഥി ഇൻസ്റ്റാൾ ചെയ്യണമെന്ന നിർദ്ദേശം പിൻവലിച്ച് കേന്ദ്ര സർക്കാർ. ആപ്പ് പ്രീ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതില്ലെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ആപ്പ് പൗരന്മാരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് പ്രതിപക്ഷ വിമർശനം ഉയർന്നതിനിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ പിന്മാറ്റം. രാജ്യത്ത് ഇറക്കുമതി ചെയ്യുന്നതും വിൽപ്പന നടത്തുന്നതും നിർമ്മിക്കുന്നതുമായ എല്ലാ സ്മാർട്ട് ഫോണുകളിലും സൈബർ സുരക്ഷാ ആപ്പായ സഞ്ചാർ സാത്തി പ്രീ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ പിൻവലിച്ചത്. സഞ്ചാർ സാത്തി ആപ്പിലൂടെ പൌരന്മാരെ നിരീക്ഷിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കമെന്ന് പ്രതിപക്ഷവും കേന്ദ്ര സർക്കാർ നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയില്ലെന്ന ആപ്പിൾ ഉൾപ്പെടെയുള്ള മൊബൈൽ കമ്പനികളും നിലപാട് അറിയിച്ചതോടെയാണ് കേന്ദ്രത്തിന്റെ പിന്മാറ്റം. സാധാരണക്കാരുടെ സുരക്ഷ മാത്രമായിരുന്നു ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു. आम जनता की सुरक्षा और आम जनता को ये फ्रॉड के कैंसर से बचाने के लिए 22,800 करोड़ रुपए का फ्रॉड पिछले वर्ष हुआ था. ആപ്പ് നിർബന്ധമാക്കിയ തീരുമാനം തെറ്റെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാകാം തിരുത്താൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതരായതെന്ന് കോൺഗ്രസ് എംപി മനീഷ് തിവാരി. Every citizen and resident the right to privacy, and therefore under those circumstances they were compelled to take it back when they realized they were wrong. സഞ്ചാർ സാത്തി ആപ്പിന് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയുണ്ടെന്നും അതിനാലാണ് പ്രീ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതില്ലെന്ന് മൊബൈൽ നിർമ്മാതാക്കൾക്ക് നിർദ്ദേശം നൽകിയതെന്നുമാണ് കേന്ദ്രം പുറപ്പെടുവിച്ച ഔദ്യോഗിക വാർത്താക്കുറിപ്പിലെ വിശദീകരണം. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.